ആ സാറേ നമസ്കാരം. നമസ്കാരം നമസ്കാരം. സാറേ, സാറ് വാദിച്ച ഈ കേസ് ജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ സാറിനെ തന്നെ വിളിച്ചത്. അതൊക്കെ ഓക്കെ, ഇപ്പോഴും കേസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. സാറേ, കേസ് ഹൈലി കോംപ്ലിക്കേറ്റഡാ. സാറ് തന്നെ ഇത് വാദിക്കണം. എടാ, ഇയാള് കേസിന്റെ കാര്യം പറയാതെ ഞാൻ എന്തുവാന്ന് പറഞ്ഞു പോയി വാദിക്കണം? സാറേ, സാറ് വക്കീലല്ലേ? സാറാ ജഡ്ജിയായിട്ട് വാദിച്ചിട്ട് ആ കേസൊന്ന് തീർക്കുക, എന്നിട്ട് എനിക്കൊന്ന് നീതി മേടിച്ചതാ. ഇതിപ്പോ ഞാനും ജഡ്ജിയായിട്ട് എന്തോ വാദിക്കണം അയാൾ പറയുന്നത്? നാട്ടുവിശേഷോ? ഇയാൾ കാര്യം പറയുന്നെങ്കിൽ പറ. എനിക്ക് 1-2 കേസ് പെൻഡിങ് കിടക്കുക. അതിന്റെ ഹിയറിംഗ് ഒക്കെ ഉള്ള നാളെ. എനിക്ക് സമയത്തിന്റെ പ്രശ്നവും കൂടെ ഉണ്ട്. കാര്യം പറ. അപ്പൊ നാളത്തെ കേസ് വലിയ കേസാണോ? നാളത്തെ കേസ് അതിച്ചിരി വലിയ കേസാ. ഈ നാരങ്ങ വെള്ളത്തിൽ നാരങ്ങ പിഴിയാതെ അടിച്ചു കൊടുത്ത്. നാരങ്ങ വെള്ളം ചോദിച്ച കക്ഷി ഇച്ചിരി വലിയ പാർട്ടിയായിരുന്നു. പുള്ളി അതങ്ങ് വിഷയാക്കി കളഞ്ഞു. പിന്നെ ഈ വലിയ വലിയ കേസ് എടുക്കുന്ന അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് ഞാൻ തന്നെ കേസ് എടുക്കണമെന്ന് ഒരേ നിർബന്ധം. അങ്ങനെ ഇതൊക്കെ ഞാൻ ഇയാളടുത്ത് പറയേണ്ട കാര്യം. ഇയാളുടെ കേസിന്റെ കാര്യം പറയുന്നത് പറയാം. എനിക്ക് വീട്ടിൽ പോകണം. സാറേ, സാർ ഇത് കേൾക്കണം. ഞാൻ വർഷങ്ങളായിട്ട് എന്റെ വീട്ടിൽ കട്ടും മോഷ്ടിച്ച് സൂക്ഷിച്ച കുറെ സാധനങ്ങൾ ഇപ്പൊ മോഷണം പോയി. ചെമ്പ്, പിത്തള, വാർപ്പ്, അങ്ങനെ കുറെ. ബാക്കിയൊക്കെ കേട്ടാ സാറ് ഞെട്ടും. പിന്നെ ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയില്ലെന്നാ എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ പോലീസിനോട് പറയും. എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുന്നത്? അങ്ങനെ അങ്ങ് പോയാലോ സാറേ? സാറിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാ? ടേസ്റ്റ് എന്തുവാ? മനുഷ്യരെ പോലെ നക്കി നോക്കുമ്പോ തിരിച്ചറിയും. അങ്ങനെ തന്നെ. അതല്ല സാറേ, സാറിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. സാറിന് ഏതാ പ്രിയം? അറേഞ്ച് ചെയ്യാം. എന്ത് പ്രിയം? എന്താ? മണിയായിട്ടാണെങ്കിൽ അങ്ങനെ. മണി മേക്സ് പവർ. പവർ മാനിപ്പുലേറ്റ്സ് എവരിത്തിങ്. ഈ ആകാശത്തിന് ചുവട്ടില് എന്ത് നെറുകേടിനും ആവും എനിക്ക്. ഇനി പറ, സാറിന് ഏത് വേണം? ഇത് ആകാശത്തിലെ ചുവട്ടിലെ നെറുകേട്, ഇത് സാധാ നെറുകേട്. ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യും. രണ്ടും കൂടെ കയറി പിടിച്ചു കളയോ കൊച്ചു കള്ളൻ? ഇവിടെ ഒന്ന് ഇറങ്ങി നിൽക്കാവോ? പിന്നെന്താ സാറേ? ഞാൻ വീട്ടിൽ ചെന്നൊന്ന് ആലോചിച്ചിട്ട് പറയാം. പിന്നെ സാറേ, കുറെ നേരമായിട്ട് ഞാനിങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ച, ഈ കോട്ട് സാർ ഉറങ്ങുമ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കൂ. ഭാര്യയ്ക്ക് അതൊക്കെ ഇഷ്ടപ്പെടൂ? അത് ഈ കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ശരി, പോയിട്ട് ഇപ്പൊ വരാം. ഇച്ചിരി ഒരു മാറില്ലേ, അവിടെ നിക്കണേ. അയ്യോ, കോട്ടിന്റെ കാര്യം പറഞ്ഞ വിഷമായെന്ന് തോന്നുന്നു. എന്റെ കേസ് എടുത്തില്ലേലും സാരമില്ലായിരുന്നു. നാരങ്ങ വെള്ളത്തിന്റെ കേസ് അങ്ങ് ജയിച്ചാൽ മതിയായിരുന്നു.